ആകാശസീമയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും നാടകീയമായ സൈനിക നീക്കങ്ങളിലൊന്നാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച അമേരിക്കൻ ബന്ധമുള്ള നിരീക്ഷണ വിമാനങ്ങളെ ഓസ്ട്രിയൻ വ്യോമസേന തുരത്തി ഓടിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതോടെ യൂറോപ്പിലെ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരവും നിഷ്പക്ഷതയും ചോദ്യം ചെയ്യപ്പെട്ടാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് വിയന്ന ഇതിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പർ ഓസ്ട്രിയയ്ക്ക് മുകളിലൂടെ അനുമതിയില്ലാതെ പറന്ന രണ്ട് PC-12 ടർബോപ്രോപ്പ് വിമാനങ്ങളെയാണ് ഓസ്ട്രിയയുടെ യൂറോഫൈറ്റർ ടൈഫൂൺ യുദ്ധവിമാനങ്ങൾ തടഞ്ഞത്. അതിവേഗത്തിൽ കുതിച്ചെത്തിയ യുദ്ധവിമാനങ്ങൾ ഈ വിമാനങ്ങളെ വളയുകയും തുടർന്ന് അവ ജർമ്മനിയുടെ അതിർത്തിയിലേക്ക് തിരിച്ചു പോകുവാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ആകാശത്തുണ്ടായ ഈ മുഖാമുഖം ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമോ എന്ന് ഒരു നിമിഷം ലോകം ഭയപ്പെട്ടു. ഈ സംഭവത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നതാണ് വസ്തുത. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് തങ്ങളുടെ ആകാശസീമ ഉപയോഗിക്കാൻ ഓസ്ട്രിയ അനുമതി നിഷേധിച്ചിരുന്നു. ദശാബ്ദങ്ങളായി രാജ്യം പിന്തുടരുന്ന നിഷ്പക്ഷ നയം ഉയർത്തിപ്പിടിച്ചായിരുന്നു വിയന്നയുടെ ഈ തീരുമാനം. ഇതിനുള്ള പ്രതികാരമായിട്ടാണോ പുതിയ അതിക്രമം ഉണ്ടായതെന്ന സംശയം പല നയതന്ത്ര വിദഗ്ധരും ഉയർത്തുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ തങ്ങളുടെ സൈനിക നീക്കങ്ങൾക്ക് ഓസ്ട്രിയയുടെ ഈ നിലപാട് വലിയൊരു തടസ്സമാണ്. എന്നാൽ ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ തങ്ങളുടെ മണ്ണോ ആകാശമോ ഒരു യുദ്ധത്തിനായി വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഓസ്ട്രിയൻ ചാൻസലർ. ഈ വാശിപിടുത്തമാണ് ഇപ്പോൾ ആകാശത്ത് നാടകീയമായ ഒരു ഏറ്റുമുട്ടലിന് വഴിതെളിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൈനിക സഖ്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്ന ചരിത്രമാണ് ഓസ്ട്രിയയുടേത്. ശീതയുദ്ധകാലം മുതൽക്കേ അവർ പാലിച്ചു പോന്ന ഈ നിഷ്പക്ഷത മാറുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നു. അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തിയുടെ കണ്ണിലെ കരടായി ഓസ്ട്രിയ മാറുന്നത് ഇത്തരം നയപരമായ വിയോജിപ്പുകൾ മൂലമാണ്. പിടിക്കപ്പെട്ട വിമാനങ്ങൾ നിരീക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവയായിരുന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഓസ്ട്രിയൻ സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മേഖലയിലെ മറ്റു ചലനങ്ങളെക്കുറിച്ചോ വിവരം ശേഖരിക്കാനാണോ ഈ വിമാനങ്ങൾ എത്തിയത് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. എങ്കിലും അനുമതിയില്ലാത്ത ഇത്തരം പ്രവേശനം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ജർമ്മനിയുടെ നിലപാടും സംശയത്തിന്റെ നിഴലിലാണ്. ഓസ്ട്രിയയിൽ നിന്ന് തുരത്തി ഓടിക്കപ്പെട്ട വിമാനങ്ങൾ ജർമ്മനിയിലേക്ക് മടങ്ങിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെയും ബാധിച്ചേക്കാം. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ധാരാളമുള്ള ജർമ്മനിയിൽ നിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായത് ഓസ്ട്രിയൻ അധികൃതരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്പിനുള്ളിലെ രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിക്കാൻ ഇത് കാരണമാകും. യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചുകൊണ്ടുള്ള ഓസ്ട്രിയയുടെ പ്രതികരണം ലോകശക്തികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. തങ്ങളുടെ നിഷ്പക്ഷത എന്നത് കേവലം കടലാസിലെ വാക്കുകളല്ലെന്നും അത് സംരക്ഷിക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുമെന്നും അവർ തെളിയിച്ചിരിക്കുന്നു. ഇറാഖ്, സിറിയ തുടങ്ങിയ മേഖലകളിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾക്ക് ഓസ്ട്രിയയുടെ ഈ നിലപാട് വലിയൊരു വെല്ലുവിളിയാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിക്കുന്നത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അമേരിക്കൻ ഭാഗത്തു നിന്ന് ഇതിന് കൃത്യമായ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. സാങ്കേതിക പിഴവുകൾ മൂലം സംഭവിച്ചതാണോ അതോ മനഃപൂർവ്വം നടത്തിയ പ്രകോപനമാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. നയതന്ത്ര തലത്തിൽ ഈ വിഷയം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. യൂറോപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നാറ്റോ സഖ്യത്തിൽ ചേരാൻ പല രാജ്യങ്ങളും മത്സരിക്കുമ്പോൾ ഓസ്ട്രിയയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സ്വതന്ത്ര നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അമേരിക്കയെ അസ്വസ്ഥരാക്കുന്നു. ഈ അസ്വസ്ഥതയാണ് പലപ്പോഴും ഇത്തരം ആകാശ സംഘർഷങ്ങളായി പുറത്തുവരുന്നത്. ഈ സംഭവത്തിനു ശേഷം ഓസ്ട്രിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ റഡാറുകളും നിരീക്ഷണ വിമാനങ്ങളും അതിർത്തിയിൽ വിന്യസിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ സമാനമായ നീക്കങ്ങൾ ഉണ്ടായാൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൈനിക വക്താവ് നൽകുന്ന സൂചന. വാഷിംഗ്ടണും വിയന്നയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. സമാധാന ചർച്ചകൾക്ക് പകരം ഉപരോധങ്ങളെക്കുറിച്ചും ശിക്ഷാ നടപടികളെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം ഓസ്ട്രിയയുടെ മേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇത് യൂറോപ്യൻ യൂണിയനുള്ളിലെ ഐക്യത്തെയും ബാധിച്ചേക്കാം. ആകാശത്ത് നടന്ന ഈ മിഡ് എയർ ചാലഞ്ചും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്.
ഒരു ചെറിയ രാജ്യം ലോകശക്തിയായ അമേരിക്കയുടെ വിമാനങ്ങളെ തുരത്തുന്നത് പലർക്കും അത്ഭുതകരമായ വാർത്തയാണ്. ഇത് മറ്റു ചെറിയ രാജ്യങ്ങൾക്കും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള പ്രചോദനമായി മാറുന്നുണ്ട്. യൂറോപ്യൻ വൻകരയിൽ യുദ്ധത്തിന്റെ നിഴൽ പടരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ വലിയ സ്ഫോടനത്തിന് കാരണമായേക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധവും ഇറാൻ സംഘർഷവും നിലനിൽക്കുമ്പോൾ പുതിയൊരു പോർമുഖം തുറക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഓരോ രാജ്യവും തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വിട്ടുവീഴ്ചകൾക്ക് ആരും തയ്യാറാകില്ല. ഓസ്ട്രിയൻ ആകാശത്തുണ്ടായ ഈ സംഭവം കേവലം ഒരു അതിർത്തി ലംഘനമല്ല, അത് മാറുന്ന ലോകക്രമത്തിന്റെ സൂചന കൂടിയാണ്. വൻ ശക്തികൾക്ക് കീഴടങ്ങാൻ തയ്യാറാകാത്ത രാജ്യങ്ങളുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ വേനൽക്കാലം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും സൈനികമായും ഏറെ ചൂടുപിടിച്ച ഒന്നായിരിക്കുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾക്കായി ലോകം ഉറ്റുനോക്കുകയാണ്.